വീൽ ഇങ്ങനെ തിരിയുമ്പോൾ അതാ അവിടെ ബൾബ് കത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറത്താണുള്ളത്. അതായത് സാധാരണക്കാരനായ ഒരു ഇക്ക, നാണിക്ക എന്ന് വിളിക്കുന്ന ഇക്ക, ആ ഇക്ക കണ്ടെത്തിയൊരു സംഭവത്തിൻ്റെ അടുത്താണുള്ളത്. അതായത് ഈ വീലിങ്ങനെ തിരിയുമ്പോൾ ഇതിന്ന് വൈദ്യുതി ഉണ്ടായി ലൈറ്റ് കത്തും. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയ ആളും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളെ നാണിക്ക. നമസ്കാരം. ഇത് നമ്മളിപ്പോൾ ഈ സ്ഥലത്തിന് എന്താ പറയുക? ഇത് മലപ്പുറം ജില്ലയിലെ കോടൂർ ഗ്രാമപഞ്ചായത്തിലെ താണിക്കൽ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ഇക്കാടെ ഒരു ജോയിന്റ് വീൽ, അതായത് വൈദ്യുതി മഴവെള്ളത്തിൽ നിന്നിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംവിധാനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇക്കാടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാടെ ഇവിടെ വന്നപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. മഴവെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയ സംവിധാനമാണ്. അങ്ങനെ ഒരു സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടാലോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സംവിധാനം. മഴ പെയ്യുമ്പോൾ ഈ ഷീറ്റിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വരും. ഇതിൽ വന്നിട്ട് ഈ പൈപ്പ് വഴി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഈ വാൾവ് തുറന്നാൽ ഇവിടെ ഒരു മോട്ടോർ ബൈക്കിന്റെ പഴയ റിമ്മ ഈ ചെടി വെക്കുന്ന 8 ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ഷാഫ്റ്റിങ് അപ്പുറത്ത് സൈക്കിളിന്റെ റിമ്മുണ്ട്. ഇതില് ഇപ്പൊ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പിന്റെ വലിയൊരു കുപ്പിന്റെ ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഈ ചാലിന് ഈ ഷീറ്റ് വന്ന് പറഞ്ഞ വെള്ളത്തേക്ക് ചാടാൻ വേണ്ടി. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും അല്ലേ? ഈ മേലെ ഇരിക്കുന്ന സംഭവം കാണുമ്പോ എന്തോ പരിചയമുള്ള പോലെ ഉണ്ടല്ലോ. ഇത് നമ്മള് വെള്ളമില്ല, കുടിവെള്ളം ഒരു 50 നമ്മള് ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടില്. ആ ബോട്ടിലിന്റെ ഒരു പിന്നെ പെങ്ങളെ മകന്റെ വീട്ടുകാരനായിരുന്നു. അപ്പൊ അത് അവന് ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. അതായത് പഴയ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത ബോട്ടിലാണിത്. ആ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഫണലാക്കി. സംഭവം കൊള്ളാലോ. അതായത് ഇത്രയും വെള്ളം നമുക്ക് ഷീറ്റ് വന്ന് വരുമ്പോ നല്ല സ്പീഡിലായിരിക്കും വരിക. അപ്പൊ അത്രയും വട്ടുള്ള ഒരു ഫണൽ വേണം. അതായത് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുമില്ല. അപ്പൊ ആ സംഗതി നോക്കി സുഹൃത്തുക്കള്, ഈ സംഗതി കണ്ട. അപ്പൊ അതിനെ നമ്മൾ ഫണലാക്കി. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ പൈപ്പ് വഴി ഇങ്ങോട്ട് വെള്ളം വരും. ഈ വെള്ളം എന്തെങ്കിലും ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാൾവ് നമ്മൾ തുറക്കും. വാൾവ് വെച്ചിട്ടുണ്ട്. അത് രാത്രി ആണെങ്കിൽ നമ്മൾ തുറക്കുള്ളൂ. പകല് പിന്നെ ഇവിടെ വെള്ളം ഒന്നായിട്ട് ആവേണ്ട ആവശ്യമില്ല, ഇതുപോലത്തെ കത്തേണ്ട ആവശ്യമില്ലല്ലോ. ബൾബിൽ ഒന്നുമില്ലാതെ ബഡ് കിട്ടുന്ന ബൾബിന്റെ ലൈഫ് കുറയില്ലേ? അപ്പൊ അത് ഉദ്ദേശിച്ചിട്ട് പകല് ആവശ്യമില്ലാത്ത നേരത്തെ നമ്മളിത് പൂട്ടിടും. അപ്പൊ അവിടെ നമ്മളൊരു വാൾവ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വാൾവിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തുറന്നു കഴിഞ്ഞാല് നമ്മളിവിടെ ഇങ്ങനെ തുറന്നാല് വാൾവ് തുറക്കുമ്പോൾ ഇത് വെള്ളം ചാടും. വെള്ളം വന്നു തുടങ്ങും. വെള്ളം വന്നു തുടങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിയും അല്ലേ? അപ്പൊ ഇതാ നമുക്ക് മേലെ നോക്കി കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ ബൾബ് കത്തിന് കാണാം. ആ വെള്ളം അവിടെ ചാടുമ്പോ വീല് കറങ്ങുമ്പോ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ നമ്മളെ വെള്ളം എത്ര ഫോഴ്സിൽ വരുന്നു അതിനനുസരിച്ചിട്ട് ഇതാവും, ശക്തി കൂടിക്കൊണ്ടിരിക്കും. ആദ്യം ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് മഴ ചെയ്തപ്പോ ബൾബ് ഒന്ന് പോവോ സംശയിച്ചാവും, അതിൽ വേറെ കൊണ്ടുവന്നിട്ടാണ്. അതെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് മഴക്കാലത്ത് രാത്രി സമയത്തൊക്കെ നമുക്ക് ഈ ഇത് ഓണാക്കിയിട്ടാ മതി. അപ്പൊ ഈ വീടിന്റെ മുറ്റത്ത് വെളിച്ചായി. ബാറ്ററി പെട്ടി ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാം. അത് എത്ര വോൾട്ടിന്റെ ബാറ്ററി വരെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം? 12 വോൾട്ട് ചെയ്യാം. ചെറുത് മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാം. അതായത് 12 വോൾട്ട് ഔട്ടായി നമുക്ക് കിട്ടുന്നു. മറ്റേത് കിട്ടും, വലുത് കിട്ടും. 12 100 ആച്ചിന്റെ ഒന്നും പറ്റൂല. 100 ആച്ചിന്റെ ഒക്കെ വളരെ കുറഞ്ഞ ഇതിലൊക്കെ കയറുള്ളൂ. അപ്പൊ 100 ആച്ചിന്റെ പറ്റില്ല. 12 വോൾട്ടുള്ള ചെറുതേ പറ്റുള്ളൂ. പിന്നെ അതിന് വലിയ സംവിധാനമൊക്കെ ഉണ്ടാക്കിയാൽ പറ്റും. അതിനിപ്പോ നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ സംവിധാനം വലുത് കിട്ടൂല. ഇതെങ്ങനെയാണ് നമുക്ക് ഇതിൽ ഇങ്ങനെ കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഇവിടെ നമ്മള് ഈ വീല് ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഡൈനാമ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഡൈനാമ, വളരെ ചെറിയ ഡൈനാമ. വലുതൊന്നും ഇവിടെ ഉണ്ട്. ഇതിലിപ്പോ ഇതിലുള്ള 12 വോൾട്ടാണ്, 24 വോൾട്ട് അപ്പുറത്തുണ്ട്. അത് എനിക്കിവിടെ ഇത്രയും ആവശ്യമുള്ളൂ, നമ്മൾക്ക് അതിനുള്ള സംവിധാനമല്ലേ ഉള്ളൂ. അപ്പൊ ഈ വീല് കറങ്ങുമ്പോൾ ഈ ബെൽറ്റ് നമ്മള് ഡൈനാമുമായിട്ട് ബന്ധിപ്പിച്ചേക്കാണ്. അപ്പൊ ആ ഡൈനാമം കറങ്ങുമ്പോഴാണ് നമുക്ക് ലൈറ്റ് കത്തുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ഡൈനാമും സ്ക്രാപ്പിൽ നിന്ന് എടുത്തോണ്ടാണ്. എന്ത് തരം ഡൈനാമോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഡൈനാമോ പറഞ്ഞാൽ കറക്റ്റ് ഡൈനാമോ എന്നല്ല. നമ്മൾ AC മറ്റേ പിന്നെ ഷിപ്പ് AC ഇല്ലേ, ഷിപ്പില് ഉപയോഗിക്കുന്ന AC, അതിന്റെ പിന്നെ ഒരു AC ഒരു വീട്ടിൽ കടന്നിരുന്നു. അപ്പോൾ അതിന് അവിടെ കണ്ടപ്പോൾ അതിന് മോട്ടർ കണ്ടപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന് ചാർജ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീട്ടുകാരനോട്, ഞാൻ പണിക്ക് പോയതായിരുന്നു, ആ വീട്ടുകാരനോട് ഇത് ഞാൻ എടുക്കട്ടെ, അതുകൊണ്ട് എനിക്കും അതിന് പറ്റൂല പറഞ്ഞു. അതിലൂടെ കൊണ്ടുപോകാൻ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഗാന്ധമുള്ള ഏത് മോട്ടറും എവരി റിവേഴ്സിബിൾ മോട്ടർ ഈസ് എ ജനറേറ്റർ എന്നാണ് സിദ്ധാന്തം ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിമന്ന് അത് കിട്ടി, അതുകൊണ്ടാണ് ഇത് വെച്ചത്. പിന്നെ ഞാൻ വേറൊരു മോട്ടറുണ്ട്, അത് അപ്പുറത്താണ്. അത് ഇതാണ്. ഇത് പിന്നെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഉള്ളിലുള്ള മോട്ടറാണ്. ഇതിന് വൈദ്യുതി കിട്ടും.
ഇത് 24 വോൾട്ടാണ്. നമ്മൾ വാട്ടർ പ്യൂരിഫയറിന്റെ ഉള്ളിൽ ഉള്ള മോട്ടറാണ്. സാധാരണ വെള്ളം ശുദ്ധീകരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ശരിക്കും അത് പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടറാണ്. ഈ മോട്ടർ ഇതിൽ കാന്തമുള്ളതുകൊണ്ട് ഇതും വൈദ്യുതി കിട്ടും. നമുക്ക് ഒരു 12 വോട്ടൊക്കെ ഇതിലും കിട്ടും. 12 അല്ല, ഇത് 24 വോൾട്ട് ഉണ്ട്. 24 വോൾട്ട് കിട്ടും. അത് ശരിക്കും നല്ല സ്പീഡിൽ കറങ്ങുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഇതായിരുന്നു വെക്കാതിരുന്ന, ഇതാദ്യം വെച്ച് ഞാൻ എല്ലാം ഒഴിവാക്കിയ. കാരണം നേരം കൂടിയാൽ നമ്മളെ മഴക്ക് ചിലപ്പോൾ മഴക്ക് ശക്തി കൂടുതലേക്കാനും ചിലപ്പോൾ കുറവേക്കാനും. അപ്പോൾ നമ്മൾ ബൾബും കാര്യങ്ങളൊന്നുമേ LED ആണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ അതിന് വേണ്ട ഒരു ചെറിയൊരു മോട്ടർ അതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബെൽറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതിന് പ്രത്യേകത ഉണ്ട്. സാധാരണ എല്ലാവരും നമ്മളെ ടയറിന്റെ ഇങ്ങോട്ട് അടുത്തേക്ക് സാധാരണ നമ്മളെല്ലാവരും സൈക്കിളിന്റെ ട്യൂബൊക്കെയാണ് കട്ട് ചെയ്തിടുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനത്തിന് പ്രത്യേകത ഉണ്ട്. അതെന്താണ്? ഫുള്ള് വയർ ടാഗാണ്. അതെന്താ അങ്ങനെ വയർ ടാഗ് ഉപയോഗിക്കാനുള്ള കാരണം? റബ്ബറായ നീളമൊക്കെ ചെയ്യും. ഇത് ഒരേ ബലത്തിൽ ഒരേ ഇതിൽ നമുക്ക് നിർത്താൻ കഴിയും. റബ്ബറാകുമ്പോൾ ചിലപ്പോൾ നീളം കൂടാനും നമ്മൾ ഇതിന്റെ പൊസിഷൻ അനുസരിച്ച് ചിലപ്പോൾ ലൂസാകാനൊക്കെ സാധ്യതയുണ്ട്. അതെ, കുറച്ച് ചൂടൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഒന്ന് വലിയും തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ വയർ ടാഗ് ആകുമ്പോൾ ആ പ്രശ്നമില്ല. അതിന് ഞാൻ ഇതിമേ ഒരു ട്യൂബ് വേറെ പൊട്ടിച്ചിട്ടുണ്ട്. ഈ റിമ്മ അടിയിലിട്ടിട്ടുണ്ട് പിടുത്തം കിട്ടാൻ വേണ്ടിട്ടാവും അല്ലേ? ഗ്രിപ്പ് കിട്ടും. അതിമേ ഒരു പല്ലുള്ള മാതിരിയുള്ള ഭാഗമുണ്ട് അതെ 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 ഈ ഭാഗത്ത്. അപ്പൊ ഗ്രിപ്പ് കിട്ടും. ഈ ടാങ്കിന്റെ ഉൾഭാഗം പല്ല് മാതിരിയാണ്. അതെ അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ജനറേറ്റർ അല്ലേ? അതായത് ഈ കാണുന്ന ഒരു ചെറിയ സംവിധാനത്തിന് ആ കാണുന്ന ബൾബും അതുപോലെ തന്നെ ഈ വീല് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വീലും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട്, അതായത് ഒരു LED ബൾബ് കത്തിക്കാനുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നു? ഇതിന് വേറൊരു സംവിധാനം ഉണ്ട്. അതായത് ഇതിപ്പോ നമ്മൾ മഴ പെയ്യുമ്പോഴല്ലേ കിട്ടുള്ളൂ. അതായത് നമുക്ക് പിന്നെ കണ്ടിന്യൂ ആയിട്ട് കിട്ടണം ചെയ്യില്ലേ, അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടണമെങ്കിൽ ഒരു പമ്പിങ് സംവിധാനം ഉണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ മോട്ടറും കറണ്ടും മണ്ണെണ്ണയും ഡീസലും ഒന്നും ഇല്ലാതെ നോ എനർജി വാട്ടർ പമ്പാണ്. അതായത് ഇതിപ്പോ നമ്മൾ മഴ പെയ്താലാണ് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി മഴയും വേണ്ട, പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. നമുക്കൊരു ടാങ്ക്, ഒരു സ്റ്റാൻഡ്, കുറച്ച് പൈപ്പുകൾ, പിന്നെ 1-2 വാൾവുകൾ അങ്ങനെ സംവിധാനിച്ചാൽ പിന്നെ 2 ടാങ്ക് വേണം. കാരണം ഒരു ടാങ്ക് നിലത്ത് വെക്കണം. കാരണം ഈ ചാടുന്ന വെള്ളം ഇതിലേക്ക് പോയി ചാടിയിട്ട് അതിന് പിന്നെ ടാങ്ക് എടുത്തിട്ട് ആ ടാങ്കിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട്. അതെ, അതില് നമ്മൾ ഒരു ടാങ്കിലുള്ള വെള്ളം താഴേക്ക് വരുമ്പോൾ വീല് തിരിയും. ആ വെള്ളം തന്നെ ഈ ടാങ്ക് പോയിട്ട് ഇത് വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ച് പമ്പ് ചെയ്ത് കയറും. അപ്പൊ അവിടെ തിരിയുന്നതിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. ഒരു സൈക്ലിംഗ് പോലെ അല്ലേ? അപ്പൊ ആ സംഭവം നമുക്ക് ഇപ്പളാ കാണാൻ പറ്റുക. അത് കാണാൻ പറ്റുകയെന്നാല് എന്നെ സംബന്ധിച്ച് ഇപ്പം അതിനൊന്നുള്ള ഇതല്ല. ഇത് ഇപ്പം ഞാൻ ഈ മുടക്കിക്കുന്നൊക്കെ വളരെ കുറഞ്ഞ സാധനം കൊണ്ടാണ്. അതിന് നമ്മൾ ശരിക്കും കാശ് മുടക്കണം. 2 ടാങ്കിന് തന്നെ വരും നല്ല സംഖ്യ. സ്റ്റാൻഡ് വരുമ്പോൾ അപ്പോൾ നല്ലൊരു എമൗണ്ട് വരും. അതിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലില്ല. പിന്നെ ഒന്നാമത് ഞാനിപ്പോൾ 20 പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ കാര്യമായിട്ട് പണിക്കൊന്നും പോകില്ല. മകൻ്റെ ഒപ്പം ചിലപ്പോൾ പിന്നെ സ്വിച്ച് ബോർഡ് കൊടുക്കാനും വയർ വലിക്കാനും ഒക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോയിട്ട് ഈ കയ്യിനുള്ള ഈ പിന്നെ ഇത് എല്ലാ ഞരമ്പ് ബെൻഡായിട്ട് അതിലൊരു സ്പ്രിങ് മാതിരിയുള്ള സാധനത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൈ ഒരു ദിവസം ഞാൻ പോയി ഒരു ദിവസം ഒറ്റക്ക് പണിക്ക് പോയി. ബൾബോട്ട് മറ്റേ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുള്ള പണി മാത്രമേ, പക്ഷെ പിറ്റേന്ന് കൈ ഇത്രേ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംവിധാനം ആലോചിക്കാൻ പറ്റൂല. അപ്പോൾ ജോലിക്ക് ഇപ്പോൾ പോകുന്നില്ല, പക്ഷെ നമുക്ക് ആ ഒരു സംവിധാനം ചെയ്യണമെന്ന് മനസ്സിലാ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഈ വീഡിയോ കാണുന്നതിൽ കുറേ ആളുകളുണ്ട് ഇതുപോലെ ടെക്കിനെ സ്നേഹിക്കുന്ന ആളുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നാണിക്കാനെ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആളുകൾ വിളിക്കും. ആ ഒരു സംവിധാനം എന്തായാലും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റട്ടെ. എന്തായാലും അത് നമ്മളെ ചാനലിലൂടെ തന്നെ മറ്റുള്ളവർക്ക് എത്തും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ സംഭവം ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സെയ്തലിക്കാരൻ, അതായത് നാണിക്കാന്ന് വിളിക്കുന്ന ഈ കാടെ കുറേ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ സംഗതിയൊക്കെ കണ്ടു. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഇദ്ദേഹം ഇനിയൊരു സംഭവം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു ഫ്രീ എനർജി എന്നൊരു കൺസെപ്റ്റാണ്. അതായത് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ ഒരു സൈക്കിൾ പോലെ ആക്കി വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വിജയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വലുത് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ് അദ്ദേഹം. അപ്പോൾ ഇക്കാനെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.